ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. COVID-19 പ്രതിസന്ധി മൂലം ദേവാലയത്തിൽ വന്ന് പൊതുവാരാധനയിൽ സംബന്ധിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ല. പല സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദിവ്യശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവ സാന്നിധ്യബോധത്തോടെ നാം ആരാധിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളെ ആരാധനാലയങ്ങളായിട്ട് രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും ത്രിയേക ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകുമാറാകണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനായി ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ട ജീവിത അനുഭവത്തോടെ ഞങ്ങൾക്ക് കർത്താവെ ജീവിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ശുശ്രൂഷ സഹായകരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നാഥ നീ ഞങ്ങളോട് ഇടപെടണമേ. കർത്താവെ, സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. ദൈവസാന്നിധ്യ ബോധത്തോടെ ആരാധനയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ഏവരെയും അവിടുന്ന് സഹായിക്കണമേ. ആപത്തും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് സ്തോത്രമർപ്പിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ദൈവങ്ങളിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കുവാൻ ഇന്നത്തെ ശുശ്രൂഷ സഹായകരമാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 22ാമത്തെ ഗീതം നമുക്ക് ചേർത്ത് പാടാം. ലിറിക് നമ്പർ 22. ആദ്യത്തെ 4ഉം 7ാമത്തെയും ചരണങ്ങൾ ഈ സമയത്ത് പാടാവുന്നതാണ്. ഗീതം 22.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്.
നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. അല്പനിമിഷങ്ങൾ ശാന്തമായി നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തോടും സമസൃഷ്ടങ്ങളോടും പ്രകൃതിയോടും നമ്മോടും തന്നെയുള്ള ബന്ധത്തിൽ നാം തെറ്റുകാരായി തീർന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങളെ പ്രവർത്തിച്ചു പോയിരിക്കുന്നു. അരിഷ്ടന്മാരായ കുറ്റക്കാരാകുന്ന ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് വിനയഹൃദയത്തോടെ കർത്താവിനോട് നമുക്ക് ഈ സമയത്ത് ഏറ്റുപറയാം. കാൽവറിയിലെ യേശുവിൻ്റെ രക്തത്താൽ അവൻ നമ്മെ കഴുകി വെടിപ്പാക്കട്ടെ. ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് നാം സ്നാനത്തിലൂടെ യോജിപ്പിക്കപ്പെട്ടുവെങ്കിൽ നാം കർത്താവിൽ നിന്ന് അകന്ന് ഇന്ന് ജീവിക്കുകയാണോ? ക്ഷമിക്കണമേ എന്ന് വിനയഹൃദയത്തോടുകൂടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. മൂന്നാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ഈ സമയത്ത് ചേർന്ന് ചൊല്ലാം. മൂന്നാമത്തെ പ്രാർത്ഥന: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവ് എന്നിൽ പുതുക്കേണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവീൻ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സങ്കീർത്തനം 100. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവേൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവേൻ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന 1-ാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. ഫസ്റ്റ് ലെസൺ, 1-ാം പാഠം. ഇന്നത്തെ ഈ ദിവ്യ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന 1-ാം വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പി. പുറപ്പാട് പുസ്തകം
14 അധ്യായം 15 വാക്യം മുതൽ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ അവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാത്തവണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ എന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലം ആക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോൻ്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു, ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോവുക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രയീമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈനീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമ്യർ അതിനെ എതിരായി ഓടി. യഹോവ മിസ്രയീമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോൻ്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിയരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹത്വ പ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഇവിടെ 1-ാം വേദഭാഗം അവസാനിക്കുന്നു. ഈ സമയത്ത് ഇന്നത്തേക്കാ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് ചേർന്ന് ചൊല്ലാം. ഇന്നത്തേക്കാ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാവുന്നതാണ്. ഇന്നത്തെ പരിശുദ്ധ ആരാധനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനം 32. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നീ എനിക്ക് മറുവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ
നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുതേ. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിക്കുവിൻ. കന്യമറിയാമിൻ്റെ പാട്ട് ഈ സമയത്ത് നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. കന്യകമറിയാമിൻ്റെ പാട്ട്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് കരളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് ഇന്നത്തേക്കാ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. സെക്കൻഡ് ലെസൺ, രണ്ടാം പാഠഭാഗം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. തീത്തോസ് 3:3 മുതലുള്ള ദൈവവചനം ശ്രദ്ധിപ്പിക്കും. മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യരും അസൂയരും കാലം കഴിക്കുന്നവരും ദൂഷിതരും അന്യോന്യം ഭയക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കാരണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിപ്പാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പിൻ. The Gospel according to Saint John chapter 3 verses 1-8.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം. പരീശന്മാരുടെ കൂട്ടത്തിലെ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, നീ ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലൂടെ സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭയെ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്തു പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വലിയേറി രക്തം കൊണ്ട് നീ വീണ്ടെടുത്തു വരാൻ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ
ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ഞാൻ കീർത്തനങ്ങളിൽ 315 കീർത്തനം ഈ സമയത്ത് ചേർന്ന് പാടാം. ഹിം നമ്പർ 315, കീർത്തനം 315. Jai
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പല സ്ഥാനങ്ങളിൽ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് സഭയായിട്ട് നാം ചിന്തിക്കുന്ന വിഷയം ബപ്തിസ്മ എന്ന സക്രമന്റ്. സക്രമന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കൊക്കെ സുപരിചിതമാണ്. അകമേ നാം പ്രാപിക്കുന്ന കൃപയുടെ പുറമേയുള്ള അടയാളമാണ് സക്രമന്റ്. An outward sign of an inward grace. അകമേ നാം പ്രാപിക്കുന്ന കൃപയുടെ പുറമേയുള്ള അടയാളവും ആ കൃപ പ്രാപിക്കുവാനുള്ള മുഖാന്തരവുമാണ് സക്രമന്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ, CSI സഭയിൽ 2 സക്രമന്റുകളാണ് ഉള്ളത്. വിശുദ്ധ സ്നാനവും വിശുദ്ധ തിരുവത്താഴവും. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ചെയ്തതും ചെയ്യണമെന്ന് കൽപ്പിച്ചതുമായിട്ടുള്ള രീതിയിലാണ് ഇവ രണ്ടിനെയും സക്രമന്റായിട്ട് സഭ അംഗീകരിച്ചിട്ടുള്ളത്. നമ്മുടെ 2 സക്രമന്റുകളിൽ ഇന്ന് സഭയായിട്ട് നാം ചിന്തിക്കുന്നത് സ്നാനത്തെക്കുറിച്ചും അടുത്ത ആഴ്ചയിൽ തിരുവത്താഴത്തെക്കുറിച്ചും നാം പഠിക്കുകയാണ്. അകമേ നാം പ്രാപിക്കുന്ന കൃപയുടെ പുറമേയുള്ള അടയാളമാണ് സ്നാനമെങ്കിൽ, സക്രമന്തെങ്കിൽ, സ്നാനം എന്ന സക്രമത്തിൽ വെള്ളമാണ് പുറമേയുള്ള അടയാളം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്താൽ സ്നാനപ്പെടുത്തുന്നു. അകമേ നാം പ്രാപിക്കുന്ന കൃപ ഒന്ന്, ക്രിസ്തു ശരീരത്തിൻ്റെ അംഗങ്ങളായി സ്നാനത്തിലൂടെ നാം പ്രവേശിക്കപ്പെടുന്നു. പാപങ്ങളുടെ മോചനം സ്നാനത്താൽ നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഒരു പുതു ജീവിതം നമുക്ക് സ്നാനത്തിലൂടെ സാധ്യമായിട്ട് തീരണം. ബാപ്റ്റൈസ് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് അർത്ഥം മുക്കുക, തളിക്കുക എന്നൊക്കെയുള്ള ഒരു മാനത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുക്കുക, ഉയർത്തുക എന്ന് പറയുമ്പോൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മരണത്തിനോടും ഉയർപ്പിനോടുമുള്ള താതാത്മ്യപ്പെടലാണ് അതിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. അതായത് പാപത്തിൽ നാം മരിക്കുകയും ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെടുകയും ഒരു പുതു സൃഷ്ടിയായി മാറുകയും സഭയുടെ ദൗത്യത്തിൽ ഭാഗഭാക്കാകുകയും ചെയ്യുക. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റിക്വയർഡ് ഓഫ് us at baptism? ബാപ്റ്റിസം സമയത്ത് മാതാപിതാക്കന്മാർ 3 പ്രതിജ്ഞകളെയാണ് കൈക്കൊള്ളുന്നത്. പാപത്തെ ഉപേക്ഷിക്കുന്നു, പിതാവായ പുത്രനായ പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. കുഞ്ഞിനു വേണ്ടി ജ്ഞാനമാതാപിതാക്കന്മാർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഈ പ്രതിജ്ഞകൾ
കൺഫർമേഷൻ സമയത്ത് ഈ കുഞ്ഞ് വളർന്ന് സ്വയമായിട്ട് തീരുമാനമെടുക്കുവാൻ കഴിയുന്ന സന്ദർഭത്തിൽ തൻ്റെതായി ഏറ്റെടുത്ത് സഭയ്ക്ക് മുമ്പിൽ, സമൂഹത്തിനു മുമ്പിൽ ദൈവസാക്ഷിയായി ജീവിച്ചു കൊള്ളാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നാനത്താൽ ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർക്കപ്പെട്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് കൺഫർമേഷനിലൂടെ നാമൊക്കെയും പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രതിജ്ഞകൾ നമുക്ക് പാലിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. വിശുദ്ധ സ്നാനത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശിശു സ്നാനത്തെ സംബന്ധിച്ച് പല തർക്കങ്ങളും വാദങ്ങളുമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്നാനത്തിൽ വിശ്വാസത്തിൻ്റെ പങ്ക്, പക്ഷപാതക്കാരൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ അംഗീകരിച്ച് യേശു പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തുവെങ്കിൽ ഈ കുഞ്ഞിനു വേണ്ടി മാതാപിതാക്കന്മാർ എടുക്കുന്നതായിട്ടുള്ള വിശ്വാസ പ്രഖ്യാപനത്തെ കർത്താവ് തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്നുള്ള ചിന്ത. വേദപുസ്തകത്തിൽ കുടുംബമായിട്ട് സ്നാനപ്പെടുത്തിയതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നാം കാണുമ്പോൾ അതിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ധാരണകൾ, പഠിപ്പീരുകൾ, ശിശുക്കളോടുള്ള യേശുവിൻ്റെ ഇടപെടൽ എപ്രകാരമായിരുന്നു എന്ന് വചനം നമ്മെ മനസ്സിലാക്കി നൽകുന്നു. മതപരിവർത്തന സ്നാനത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ചിന്താഗതികൾ, യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകൻ നടത്തിയതായിട്ടുള്ള സ്നാനത്തിൻ്റെ പഠിപ്പീരുകൾ, മാത്രമല്ല പരിച്ഛേദനയെക്കുറിച്ച് പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് പങ്കുവെച്ചു നൽകുന്നതായിട്ടുള്ള ചിന്തകളൊക്കെയും ശിശുസ്നാനത്തിൻ്റെ പ്രത്യേകതകളെ, ശിശുസ്നാനത്തിൻ്റെ പ്രാധാന്യത്തെ, സഭ ഇന്ന് തുടരുന്നതായിട്ടുള്ള രീതിയെ തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമാക്കി നൽകുന്നതായിട്ടുള്ള ചില വേദഭാഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഈ സ്നാനം എന്ന സക്രമെന്ത്, എന്താണ് വചനത്തിലൂടെ അർത്ഥമാക്കുന്നത്? സ്നാനത്തിലൂടെ ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ജീവിതം എപ്രകാരമാണ് ഈ സ്നാനം എന്ന സക്രമത്തിൻ്റെ വെളിച്ചത്തിൽ ആയിരിക്കുന്നത് എന്ന് ഒന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം ഈ വിശുദ്ധ ദിവസം സഹായകരമായിട്ട് തീരണം. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, പുറമേയുള്ള അടയാളം വെള്ളം. പഴയ നിയമത്തിൽ സ്നാനവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് വെള്ളം എന്ന അടയാളത്തെ ചില വേദഭാഗങ്ങളിലൂടെ നാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന ചില പ്രാധാന്യമേറിയ ചിന്തയാണ് ആദ്യമേ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭം അവിടെയാണ് ഉടലെടുക്കുന്നത്. അപ്പോൾ ഇതിനെ സ്നാനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വെള്ളമെന്ന അടയാളത്തെ ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നാം പഠിക്കുമ്പോൾ എന്താണ് സ്നാനം അല്ലെങ്കിൽ ഈ അടയാളം നമുക്ക് മനസ്സിലാക്കി നൽകുന്നത്? ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ്. ജീവന്റെ അനുഭവം, ഫലകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവം വെള്ളത്താൽ അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ
ഈ പ്രതീകത്തിലൂടെ നാം മനസ്സിലാക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, സ്നാനത്തിലൂടെ ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. സമൃദ്ധിയായിട്ടുള്ള ജീവന്റെ അനുഭവം, ഫലകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ നിറവ് നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുവാൻ കഴിയണം. നമ്മൾ ജീവിച്ചിരിക്കുന്നുവെങ്കിലും ചത്തതിന് തുല്യമായിട്ട് മുമ്പോട്ട് പോകുന്നവരാ. നമ്മുടെ ചിരിയും മട്ടും ഇടപാടുമൊക്കെ കണ്ടാൽ അതാണല്ലോ പലപ്പോഴും വെളിപ്പെടുത്തി നൽകുന്നത്. സമൃദ്ധിയായിട്ടുള്ള ജീവന്റെ നിറവിൽ നമുക്ക് ജീവിതം സാധ്യമായിട്ട് തീരുന്നുണ്ടോ? രണ്ടാമത്, നോഹാസ് ആർക്ക്, നോഹയുടെ പെട്ടകം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്നാനത്തിന് മുൻകൂറിയാണ് നോഹയുടെ പെട്ടകത്തിലൂടെ 8 പേർ രക്ഷപ്പെട്ട സംഭവം. എന്തായിരുന്നു ആ വെള്ളപ്പൊക്കത്തിൻ്റെ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത്? വഷളത്വം നിറഞ്ഞ, പാപം നിറഞ്ഞ ലോകത്തിന് സംഭവിക്കുന്നതായിട്ടുള്ള നാശം. ന്യൂ ബിഗിനിങ് ഓഫ് ഗുഡ്നസ്, നന്മയുടെ ആരംഭം. നോഹയുടെ പെട്ടകം, പ്രിയമുള്ളവരെ, അതാണ് പ്രതീകമായിട്ട് നമുക്ക് കാണിച്ചു നൽകുന്നുവെങ്കിൽ, വെള്ളത്തിലൂടെയുള്ള സ്നാനത്തിൻ്റെ മുൻകൂറിയായിട്ട് നോഹയുടെ പെട്ടകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിക്കപ്പെട്ട സംഭവത്തെ പത്രോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുമ്പോൾ, തിന്മ നിറഞ്ഞ, വഷളത്വം നിറഞ്ഞ സാഹചര്യത്തിൻ്റെ അന്തം, നന്മ നിറഞ്ഞ ഒരു പുതു സമൂഹത്തിൻ്റെ ഉദയത്തെക്കുറിച്ചുള്ള വലിയ ചിന്താഗതി ഇത് നമുക്ക് മനസ്സിലാക്കി നൽകുകയാണ്. ഇന്നും നാം ജീവിക്കുന്ന ചുറ്റുപാട് വഷളത്വം നിറഞ്ഞിരിക്കുകയാണ്. അതിനൊരു അന്തമുണ്ടാകണം. ഒരു പുതിയ വ്യവസ്ഥിതിയുടെ, നന്മ നിറഞ്ഞ സമൂഹത്തിൻ്റെ അനുഭവം, പ്രിയമുള്ളവരെ, സ്നാനത്താൽ ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി ചേർക്കപ്പെട്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ സംഭവം, വെള്ളമെന്ന സിമ്പൽ, വെള്ളമെന്ന പുറമേയുള്ള അടയാളം ചെങ്കടൽ കടന്ന സംഭവത്തെ നമ്മുടെ മുമ്പിൽ പഴയ നിയമത്തിൽ വരച്ചു കാട്ടുന്നു. ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വിടുതൽ ലഭിച്ചത് ചെങ്കടൽ കടന്ന സംഭവത്തിലൂടെയാണ്. അപ്പോൾ ഈ സംഭവം വിമോചനത്തിൻ്റെ, ലിബറേഷൻ്റെ വലിയ ഒരു അനുഭവത്തെയാണ് നമുക്ക് വരച്ചു കാട്ടുന്നത്. അപ്പോൾ സ്നാനത്തിലൂടെ ഈ ഒരു വിമോചനം നമുക്ക് ലഭ്യമാകുന്നു. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന വിമോചനം. യേശു തമ്പുരാൻ ഈ ലോകത്തിൽ വന്നത് വിമോചനം അല്ലേ നമുക്ക് നൽകുവാനായിട്ടാണ്. അതുകൊണ്ടാണ് നസ്രത്ത് മാനിഫെസ്റ്റോയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭത്തിൽ തൻ്റെ ദൗത്യത്തിൻ്റെ ഉദ്ദേശം ഈ വിമോചനമാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നത്. നമ്മൾ രാഷ്ട്രം സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ ദിവസം കൊണ്ടാടി. വൈദേശികമായിട്ടുള്ള അടിമത്തത്തിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇന്ന് തോക്കുകൊണ്ട് ചിലപ്പോൾ യുദ്ധം ചെയ്യുന്ന രീതി കാണത്തില്ലായിരിക്കാം. പഴയതുപോലെ സൈന്യങ്ങൾ മുഖാമുഖമായിട്ട് ഏറ്റുമുട്ടുന്ന രീതി ഇല്ലായിരിക്കാം. ഇന്ത്യൻ സൈന്യവും ചൈനയിലെ പട്ടാളവുമായിട്ടുള്ള മുഖാമുഖം നടന്ന സംഘർഷമൊക്കെ നമുക്കറിയാം. പക്ഷേ അത് വളരെ ചുരുക്കമാണ്. ഇന്ന് സാമൂഹ്യപരവും സാംസ്കാരികവും അല്ലെങ്കിൽ മറ്റ് പലവിധത്തിലുമുള്ള ആധിപത്യം
ഒരു രാജ്യത്തിൻ്റെ മേൽ മറ്റൊരു രാജ്യം അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ ഇന്ന് പലതിനും അടിമകളായി നമ്മൾ ജീവിക്കുകയാണ്. അസ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ, നമുക്കറിയാം ചൈനയുമായിട്ടുള്ള ഈ സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ടിക്ടോക്ക് പോലെയുള്ള ആപ്ലിക്കേഷൻസ് നിരോധിച്ചു. നോക്കുക, ഇങ്ങനെയുള്ള സൈബർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയുടെ സ്വാധീനത്തിൽ നിന്നും മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ ആക്രമണത്തെ അല്ലെങ്കിൽ വിദേശ രാഷ്ട്രത്തിൻ്റെ ആധിപത്യത്തെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊന്ന് സ്വയം പരിശോധിക്കുവാൻ കഴിയണം. ഞാൻ ഇന്ന് ഏതിൻ്റെയൊക്കെ അടിമത്തത്തിലാണ് കഴിയുന്നത്? നാലാമത് പഴയ നിയമം നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യോർദാൻ കടക്കുന്ന സംഭവം വിശദീകരിക്കുന്നു. ഈ യോർദാൻ, ഈ നദി അവർ കടന്നപ്പോഴാണ് വാഗ്ദത്ത നാട് അവർക്ക് ലഭിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ബാപ്റ്റിസം എന്ന സാക്രമെന്റ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇറ്റേണൽ ലൈഫ്, നിത്യ രാജ്യത്തിൻ്റെ, വാഗ്ദത്ത നാടിൻ്റെ സ്വായത്തമാക്കുവാനുള്ള ഒരു വലിയ മുഖാന്തരമായിട്ട് നമുക്കിതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുമോ? ഈ സ്നാനത്തിലൂടെ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി നാം മാറുന്നു എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിത്യരാജ്യത്തെ പോകത്തക്കവണ്ണം നമ്മളുടെ ജീവിതവും ഓട്ടവും ഒക്കെ ക്രമപ്പെടുത്തുന്ന അനുഭവമായി നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം കഴിയണം. ഞാൻ പഴയ നിയമത്തിൽ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് പുറമേയുള്ള അടയാളമായി വെള്ളത്തിൻ്റെ ചില പ്രതീകങ്ങളിലൂടെ സ്നാനത്തിൻ്റെ അർത്ഥത്തെ ഒന്ന് ചിന്തിപ്പാനും മനസ്സിലാക്കുവാനും തക്കവണ്ണമാണ് ശ്രമിച്ചത്. എന്താണ് ദ ഗ്രേസ് ഓഫ് ബാപ്റ്റിസം? അകമേ നാം പ്രാപിക്കുന്ന കൃപ. ഞാൻ പറഞ്ഞു, അകമേ നാം പ്രാപിക്കുന്ന കൃപയുടെ പുറമേയുള്ള അടയാളമാണ് സ്നാനമെങ്കിൽ, സക്രമമെങ്കിൽ. ഈ സ്നാനം എന്ന സക്രമത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അകമേയുള്ള കൃപ എന്താണ്? 4 കാര്യങ്ങൾ. 1, ഫോർഗീവ്നെസ് ഓഫ് സിൻ, പാപങ്ങളുടെ മോചനം. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അമ്മ പാപത്തിൽ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. നമ്മളെ ജനനം കൊണ്ടേ പാപമുള്ളവരാ, കർമ്മം കൊണ്ട് നാം പാപം ചെയ്യുന്നതാ. പാപത്തിൻ്റെ ശിക്ഷ മരണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അത് നിത്യമായിട്ടുള്ള മരണം തന്നെ ആണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സ്നാനത്തിലൂടെ നാം പാപങ്ങളുടെ മോചനം പ്രാപിക്കുകയാണ്. പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്ന ജനങ്ങൾ, പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടി ഈ സ്നാനത്തിലൂടെ ദൈവത്തോട് കൂട്ടി യോജിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ സ്നാനത്തിലൂടെ ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി നാം തീരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സ്നാന സമയത്ത് ജ്ഞാനമാതാപിതാക്കൾ ഏറ്റെടുത്ത കൺഫർമേഷൻ സമയത്ത് നാം സ്വയമായിട്ട് ഏറ്റെടുത്തതായിട്ടുള്ള, മാത്രമല്ല ഓരോ തിരുവത്താഴ ശുശ്രൂഷയിലും നാം ഓർമ്മിക്കുന്ന പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെയും അവൻ്റെ പ്രവൃത്തികളെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇത് നമുക്ക് ഓരോ ദിവസവും നമ്മിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം കഴിയണം. പാപങ്ങളുടെ മോചനം സ്നാനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. സെപ്പറേഷൻ ഫ്രം ഗോഡ്. രണ്ടാമതായിട്ട് എ ന്യൂ ക്രീച്ചർ, ഒരു പുതു സൃഷ്ടിയായിട്ട് നാം മാറുകയാണ്. പാപത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്, മറിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അതായത് പാർട്ടേക്കർ ഓഫ് ദി ഡിവൈൻ നേച്ചർ. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്.
പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്ന് ദൈവിക സ്വരൂപത്തെയും ദൈവിക സാദൃശ്യത്തെയും നഷ്ടമാക്കി സൃഷ്ടി വികലമായി തീർന്നു എങ്കിൽ സ്നാനത്തിലൂടെ പാപങ്ങളുടെ മോചനം മാത്രമല്ല, ഒരു പുതു സൃഷ്ടിയായിട്ട് നമ്മൾ മാറുകയാണ്. മെമ്പർ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് co-heir വിത്ത് ഹിം. അവകാശികളും കൂട്ടവകാശികളുമായി നാം മാറുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതുപോലെ 2 തിമോഥെയോസ് 2:5 പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിട്ട് നാം മാറുകയാണ്. പറ്റിച്ചേരുന്ന അനുഭവം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ അവയവം എടുത്ത് വേശ്യയുടെ അവയവമാക്കുവാൻ പറ്റുമോ? ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്ന അല്ല, ദൈവികമായിട്ടുള്ള ബന്ധത്തിൻ്റെ നിറവായിരുന്നു ദൈവ സൃഷ്ടിയുടെ സമയത്ത് ഏദൻ തോട്ടത്തിൽ നാം കാണുന്നത് എങ്കിൽ, പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്നതായിട്ടുള്ള നമ്മെ തേടിയെത്തുന്ന ദൈവസ്നേഹം, ആ ക്രിസ്തുവിൽ നാം ചേരുന്ന ആ ഡിവൈൻ നേച്ചറുമായിട്ട് ഒന്നാകുന്ന, ആ ദൈവികതയുമായിട്ട് ഒന്നാകുന്ന അനുഭവമാണ് സ്നാനത്തിലൂടെ ലഭിക്കുന്നത്. ഇപ്രകാരം ഞാൻ വായിച്ചു, ബാപ്റ്റിസം ഇൻ ഹിസ് പാസ്ഓവർ ക്രൈസ്റ്റ് ഓപ്പൺഡ് ടു ഓൾ മെൻ ദ ഫൗണ്ടൻ ഓഫ് ബാപ്റ്റിസം. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിലൂടെ സ്നാനമെന്ന ഫൗണ്ടനിലേക്ക് എല്ലാ മനുഷ്യരെയും അവൻ ആകർഷിക്കുകയാണ്. യേശുവിൻ്റെ മരണസമയത്ത് അവൻ്റെ വിലാപ്പുറത്ത് കുത്തുന്നുണ്ട്. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് അത് സ്നാനത്തിൻ്റെയും തിരുവത്താഴത്തിൻ്റെയും പ്രതീകമാണ്. വിലാപ്പുറത്ത് നിന്ന് വെള്ളവും രക്തവും ഒഴുകുകയാണ്. ഈ 2 സാക്രമെന്തും അവിടെ നമുക്ക് കാണുവാൻ കഴിയും, വെള്ളവും രക്തവും. എന്താണ് ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്? യേശുവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശുമരണവും ഉയർപ്പും 2ാം വരവും ഒക്കെ ദ സാക്രമെന്റ് ഓഫ് ന്യൂ ലൈഫ്. സ്നാനവും തിരുവത്താഴവും ഒരു പുതു ജീവന്റെ ഉറപ്പിനെയാണ് നമുക്ക് നൽകുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, സ്നാനത്തിലൂടെ ഒരു പുതു മനുഷ്യനായിട്ട് നമ്മൾ തീരുകയാണ്. നമുക്ക് എത്രത്തോളം പഴയ ആദാമിനെ ഉരിഞ്ഞു കളഞ്ഞു, പാപത്തിൽ നാം മരിച്ച് ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ട് ഉയരത്തിലുള്ളതിനെ അന്വേഷിച്ച് നമുക്ക് ജീവിതം നയിപ്പാൻ കഴിയുന്നുണ്ട്. സ്വയം ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോഴും പഴയ ആദാമിനെ ഞാൻ മുറുകെ പിടിക്കുന്നവരാണോ, അതോ ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ട അനുഭവത്തോടുകൂടി കർത്താവിൻ്റെ ആ ഡിവൈൻ നേച്ചറിനോട് ഞാൻ ചേർന്നിരിക്കുന്നവനാണ് എന്നുള്ള ബോധ്യത്തോട് അവനോട് പറ്റിച്ചേർന്നുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് ഒരു പുതുജീവിതം നയിപ്പാൻ എനിക്ക് കഴിയണം. 3-ാമത്, സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ കൃപ എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ ഇൻടു ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നുവെങ്കിൽ, ഒന്ന് പാപങ്ങളുടെ മോചനം. പാപങ്ങളുടെ മോചനം മാത്രമല്ല, ക്രിസ്തുവിൽ ഒരു പുതു ജീവിതം. എന്നാൽ ഈ 3-ാമത്തെ ഇൻകോർപ്പറേഷൻ ഇൻടു ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് നാം മാറുകയാണ്. ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി മാറുകയാണ്. നമ്മളതിനെ പേരിട്ട് വിളിക്കും സഭ. സഭയുടെ അംഗമായി നാം തീരുന്ന ഒരു സക്രമെന്താണല്ലോ സ്നാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തോടുള്ള ബന്ധത്തെയും അന്യോന്യമുള്ള നമ്മളുടെ ബന്ധത്തെയും കാണിക്കുന്നത്. ക്രിസ്തു ശരീരത്തിൻ്റെ അവയവമായിട്ട് നാം തീരുമ്പോൾ ഓരോ അവയവവും തലയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ ക്രിസ്തുവെന്ന തലയുമായിട്ടുള്ള നമ്മളുടെ ബന്ധം മാത്രമല്ല, അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം. അത് പൗലോസ് വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിനാൽ അല്ലെങ്കിൽ ക്രിസ്തു ശരീരത്തിനോട് കൂട്ടി യോജിപ്പിക്കപ്പെട്ട നമുക്ക് നമ്മളുടെ ബന്ധം ക്രിസ്തുവിൽ നാം ഒന്ന് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം നയിപ്പാൻ കഴിയുന്നുണ്ടോ?
ഒരിക്കൽ ഈ നമ്മളുടെ ശരീരത്തിലെ, നമ്മുടെ കയ്യിലെ 5 വിരലുകൾ തമ്മിൽ വലിയ വഴക്ക്. ആരാണ് വലിയവൻ? ഭയങ്കര അടി. തള്ളവിരൽ പറഞ്ഞു, ഞാനാണ് ഏറ്റവും വണ്ണമുള്ളവൻ, മസിൽ പവർ എനിക്കാണ്. നമ്മൾ ചിലർ അങ്ങനെയാണ്, മസിൽ പവർ കാണിച്ച് ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കും. ഞാനാണ്. ചൂണ്ടുവിരൽ പറഞ്ഞു, അല്ലേ, ആളുകളെ വിരലിന് മുമ്പിൽ നിർത്തുവാൻ തക്കവണ്ണം എനിക്ക് കഴിയും. അധികാരത്തിൻ്റെ അടയാളമാണത്. ഞാനാണ് വലിയവൻ. ഏറ്റവും നീളമുള്ള വിരൽ പറഞ്ഞു, എല്ലാവരെക്കാളും പൊങ്ങി നിൽക്കുന്നത്, മികച്ചു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാനാണ് വലിയവൻ. അടുത്ത വിരൽ, മോതിരവിരൽ, അല്ലെ, സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുകയാണ്. 40ഉം 42ഉം ഒക്കെ കഴിഞ്ഞു എന്നാണ് വാർത്തകൾ പറയുന്നത്. ഫ്ലാഷ് ന്യൂസാണ്, അല്ലേ, ഇന്ന് പിന്നെ പല ന്യൂസ് ചാനലിലും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിരൽ പറഞ്ഞു, ഈ മോതിരമൊക്കെ ഇടുന്നത്, സ്വർണം ഇടുന്നത് എൻ്റെ വിരലിലാണ്. അതുകൊണ്ട് ഞാനാണ് ധനാഢ്യൻ, ഞാനാണ് ഏറ്റവും സമ്പന്നൻ, ഞാനാണ് വലിയവൻ. ചെറിയ വിരലും മാറി നിന്നില്ല. ചെറുവിരൽ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത്, അല്ലെ, ആത്മീകതയിൽ മുമ്പിൽ നിൽക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാനാണ് വലിയവൻ. നോക്കുക, 5 വിരലിനും ഓരോരോ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓരോ വിരലിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പക്ഷേ നമുക്ക് ഒരുമിച്ച് യോജിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. ഒത്തിരി അവകാശവാദങ്ങളാണ് നമുക്ക്. പക്ഷെ ക്രിസ്തുവിൽ നാം ഒന്ന് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം എല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അന്യോന്യമുള്ള ബന്ധത്തിൽ we ought to respect each other, we ought to care each other, we ought to accept each other. അന്യോന്യം കരുതുവാൻ, സ്നേഹിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ യഥാർത്ഥ സ്നാനമെന്ന സക്രമത്തിൻ്റെ അടയാളത്തെ ഉള്ളിൽ പേറുന്നവരായിട്ട് നാം ജീവിക്കുന്നു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 4, the grace of baptism, an indelible spiritual mark. ഞാൻ ആ വേദഭാഗത്തെ വീണ്ടും പറഞ്ഞ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഡെലിബിൾ സ്പിരിച്വൽ മാർക്ക്, ആത്മികമായിട്ടുള്ള ഒരു അടയാളം സ്നാനത്തിലൂടെ നമ്മിൽ മുദ്ര ചാർത്തുകയാണ്. സ്നാനസമയത്ത് പട്ടക്കാരൻ ക്രൂശിൻ്റെ അടയാളം നെറ്റിമേൽ വരയ്ക്കും. നീനിയും പാപത്തോടും പിശാചിനോടും മല്ലടിക്കുമ്പോൾ, പോരാടുമ്പോൾ പരാജയപ്പെടുകയില്ല എന്നതിൻ്റെ അടയാളമായിട്ട് ക്രൂശിൻ്റെ അടയാളത്തെ നമ്മിലൊക്കെയും വരച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ക്രൂശിൻ്റെ അടയാളം പേറിക്കൊണ്ട് നമ്മളുടെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത എത്രത്തോളം നമുക്കൊരു സാക്ഷ്യമായിട്ട് സമൂഹത്തിൽ പങ്കുവെക്കുവാൻ കഴിയുന്നുണ്ട്. യേശു പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ക്രൂശിൻ്റെ അടയാളം പേറുന്ന നമ്മെ സംബന്ധിച്ച് നമ്മളുടെ സ്വഭാവത്തെ ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് പങ്കുവെച്ച് അനേകരെ ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി കൂട്ടി യോജിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് കഴിയണം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സ്നാനം എന്ന സക്രമത്തിലൂടെ ക്രിസ്തു ശരീരത്തിന് അവയവങ്ങളായി തീർന്നിരിക്കുന്ന നമുക്ക് സമൃദ്ധിയായിട്ടുള്ള ജീവൻ്റെ അനുഭവത്തിൽ ജീവിതം നയിപ്പാനും നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിൽ ഫലകരമായി സാക്ഷ്യം വഹിപ്പാനും വിമോചിപ്പിക്കപ്പെട്ട അനുഭവത്തോടുകൂടി നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുവാനും കഴിയണം. പാപത്തിൽ നിന്നുമുള്ള മോചനം മാത്രമല്ല, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ദൈവത്തോടുള്ള ബന്ധത്തിലും അന്യോന്യമുള്ള ബന്ധത്തിലും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നുള്ള രീതിയിൽ അന്യോന്യം മാനിക്കുവാൻ, അംഗീകരിപ്പാൻ, ഉൾക്കൊള്ളുവാനും സ്നേഹിപ്പാനും നമുക്ക് കഴിയണം. ക്രൂശിൻ്റെ അടയാളം പേറിക്കൊണ്ട് നല്ല സാക്ഷ്യത്തോടെ അനേകരെ ക്രിസ്തു എന്ന ശരീരത്തോട് കൂട്ടിയോജിപ്പിക്കുവാനുള്ള ദൗത്യവും നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തോല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പ്രത്യേക അപേക്ഷം. പെന്തക്കോസ്തിന് പിൻപ് 11-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ബപ്തിസ്മ എന്ന സക്രമന്റ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കി പുതുജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത ഉന്നതനും സ്നേഹാർദ്രുവാനുമായ ദൈവമേ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതിൻ്റെ സാരാംശം അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവരാജ അനുഭവത്തിൽ ജീവന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമത്വത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണത്തിലൊക്കെ നിന്റെ താഴ്മയുള്ള ദാസുര ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കു വേണ്ടിയുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായിട്ടുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ.
നോട്ടീസ് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹത്തെയും നന്ദിയെയും സഭയുടെ പേരിൽ അറിയിക്കുന്നു. ഇപ്രകാരം ആരാധന സ്ട്രീമിംഗ് ചെയ്യുവാൻ തക്കവണ്ണം അത്യധ്വാനം ചെയ്യുന്ന ഏവരോടുമുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ആരാധന മനോഹരമാക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നവരോടുമുള്ള കൃതജ്ഞത ഈ സമയത്ത് അറിയിക്കട്ടെ. അനുശോചനം നമ്മളുടെ സഭാംഗമായ കുഴിയമ്പുറത്ത് മലയിൽ ശ്രീ ഇട്ടി ഉമ്മൻ അച്ഛൻ കുഞ്ഞ് 73 വയസ്സ് കഴിഞ്ഞ ശനിയാഴ്ച കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം വ്യസനസമേതം അറിയിക്കുന്നു. ശവസംസ്കാര ശുശ്രൂഷ ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞായറാഴ്ച നടത്തപ്പെട്ടു. വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സഭയുടെ അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയെ തുടർന്നും ഈ കുടുംബത്തെ ഓർക്കണമേ എന്ന് ഈ സമയത്ത് അറിയിക്കട്ടെ. പതിവ് പോലെ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ചെയിൻ പ്രയർ ഈ ആഴ്ചയിലും നടത്തപ്പെടുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. കുടുംബമായിട്ടോ വ്യക്തിപരമായിട്ടോ 15 മിനിറ്റ് നമ്മളുടെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് COVID-19 മഹാമാരിയിൽ നിന്നും കർത്താവ് ഈ ലോകത്തിന് വിടുതൽ നൽകേണ്ടതിനു വേണ്ടി, സൗഖ്യം നൽകേണ്ടതിനു വേണ്ടി, നമ്മെ കർത്താവ് കൃപയിൽ കാത്തു പരിപാലിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന അവസരമാണ്. എല്ലാവരും തുടർന്നുള്ള പ്രാർത്ഥനയിലും സഹകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഞായറാഴ്ചയും പൊതു ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ രാവിലെ 9:30 മാറ്റിൻ സർവീസ് സ്ട്രീമിംഗ് ആയിട്ട് ക്രമീകരിച്ച് നൽകുന്നതാണ്. യൂട്യൂബിലൂടെയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമുക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗഭാക്കായി തീരുവാൻ തക്കവണ്ണം കഴിയുമല്ലോ. നമ്മളുടെ സഭയുടെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നമ്മളുടെ സഭാംഗങ്ങൾക്കെല്ലാം ഈ ശുശ്രൂഷ പങ്കെടുക്കത്തക്കവണ്ണം ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളത് ചെയ്തു കൊടുക്കണം. കാരണം മാസങ്ങളായിട്ട് നമുക്ക് ആലയത്തിൽ വന്ന് ആരാധന നടത്തുവാൻ, അതിൽ പങ്കുചേരുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മീഡിയാസ് കൈകാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ നമ്മളുടെ ആത്മീക ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ട് നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക്, നമ്മുടെ സഭാംഗങ്ങളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ ടെക്നിക്കലായിട്ട് സഹായം ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് അത് അറിയിക്കുക. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സഹായമായിട്ട് ചെയ്യുകയും വേണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സസ് എല്ലാവർക്കും ലിങ്ക് അയച്ച് തരുന്നുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ പേരൻസുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഇതിൽ സംബന്ധിക്കുമെന്ന് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ബാലദിന പെരുന്നാൾ പ്രാർത്ഥനാ വാരമായിട്ട് നാം കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടാടുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ ഭവനങ്ങളിലൊന്നും നടത്തുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. ഇത്തരുണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓൺലൈൻ ക്ലാസ്സിൽ സംബന്ധിപ്പിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാർ ഉത്സാഹിക്കണം. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണം. കുഞ്ഞുങ്ങളെ ഈ ഒരു വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മൾ പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. സൺഡേ ഓഫറിങ്സ്, ബർത്ത്ഡേ കവറുകൾ, വെഡിങ് ആനിവേഴ്സറി കവറുകൾ, ദശാംശത്തിൻ്റെ കവറുകൾ സമർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നവർ ദയവായിട്ട് ട്രഷാറിൻ്റെ കൈവശമോ ശുശ്രൂഷകരുടെ കൈവശമോ നിങ്ങളുടെ കവറുകൾ നൽകണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. റെസീറ്റ് അതിനുശേഷം നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. സഭയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിൽ ഏവരുടെയും സഹകരണം ആവശ്യമാണല്ലോ. ഒരു പ്രാവശ്യം കൂടെ സഹകരിക്കുന്ന ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഏവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തെ വീണ്ടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.
ഞങ്ങൾക്ക് കുടുംബമായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച പാഴ്സനേജിൽ താമസമാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് സഹായിച്ച ഒത്തിരി സഭാംഗങ്ങളുണ്ട്. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനോടും സഭാംഗങ്ങളോടും പ്രത്യേകിച്ച് യൂത്ത് മെമ്പേഴ്സിനോടും ഒക്കെയുള്ള നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ കുടുംബമായിട്ട് അറിയിക്കുന്നു. സാധാരണഗതിയിൽ പുതിയ സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ ഉടൻ ഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് കഴിയുന്നില്ല. എങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം. ഏതു വിധത്തിലും നിങ്ങളുടെ പ്രയാസത്തിലും ആവശ്യങ്ങളിലുമൊക്കെ സഹകരിപ്പാൻ സദാ സന്നദ്ധരായിട്ട് ഞങ്ങൾ ഉണ്ടാവും. ഏവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ എല്ലാം കരുണയോടെ കൃപയോടെ വിവിധയിടങ്ങളിലും സ്ഥാനങ്ങളിലും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ ആളുകളുടെ പേര് വായിക്കട്ടെ. അച്ചാമ്മ ഈശോ തെറ്റിക്കുഴി തെക്കുകിഴക്ക്, അജിത് കെ ജോസഫ് പള്ളത്ത് ന്യൂവില്ല, അച്ചാമ്മ ഉമ്മൻ കൊല്ലം മാരേത്ത്, സുബിൻ പി ഇടുക്കള പെരുങ്കുഴി കിഴക്കേതിൽ സുബിൻ വില്ല, എബിൻ ടി ഉമ്മൻ തെക്കുകുഴിയിൽ പുത്തൻവീട്, എൽ സി ചെറിയാൻ പെരുങ്കുഴി ഓണപ്പള്ളിൽ, അരൂപ് എബ്രഹാം ജോൺ ചെറുകര മാന്തറയിൽ, നിയ ഗീത ജോസി മണലേൽ ജോസി വില്ല, മിനു മാത്യു ആഞ്ഞിലിമൂട്ട് കിഴക്കേതിൽ, ഹെന്ന എൽസ ജെയ്ജി കുഴിയമ്പുറത്ത് ജേവില്ല, ഫിലിപ്പ് ടി ജോൺ തൂത്തിക്കാട്ട് കിഴക്കേതിൽ, അനു പി തോമസ് മണലേൽ വീട്ടിൽ വടക്കേതിൽ, ചാണ്ടി ജോർജ് പെരുങ്കുഴി കൊച്ചുവീട്ടിൽ, ജോൺ കെ ഫിലിപ്പ് കൊല്ലംമാരെ, ബീന നൈനാൻ ചിരള ചിത്ര, ബ്ലെസ്സി സാബു ആഞ്ഞിലിമുട്ടി എബനേസർ നമ്പർ 1, നിതിൻ മാത്യു ജേക്കബ് തുതിക്കാട്ട് മലയിൽ, ക്രിസ് തോമസ് ചിറ്റെടുത്ത് പള്ളത്ത, ലിയാന ലിജോ മണലേൽ വീട്, ജോർജ് ജേക്കബ് വെള്ളാഞ്ചേരിൽ ബിൽഡിംഗ്, മാത്യു തോമസ് കിഴക്കിടത്ത്, ബിബി വർഗീസ് കോശി പുതുപ്പള്ളി തെക്കേതിൽ, വർഗീസ് ചേനത്രയിൽ, അന്നമ്മ ജേക്കബ് വലിയതറയിൽ, വർഗീസ് കുര്യൻ പടിപ്പുരയ്ക്കൽ കിഴക്കേതിൽ, അജിത് തോമസ് എം അലക്സാണ്ടർ മങ്ങാട്ട് ബേബി ഗാർഡൻസ്, ജോൺ ജെ ആര്യാട്ട് ഭവൻ, സുനിൽ തോമസ് പണിക്കരോടത്ത്, പ്രിൻസി തോമസ് കോവൂർ ഗ്രേസ് കോട്ടേജ്, ലെനി ചാണ്ടി പല്ലോന്നിപ്പറമ്പിൽ, ദിവ്യ ദീപു ജേക്കബ് കുഴിയമ്പുറത്ത്, ഡോക്ടർ നൈനാൻ ജേക്കബ് പിരളച്ചിത്ര, ലിബു കുരുവിള ഉമ്മൻ തെങ്ങിൽ മൈത്തുറ, ബിജു തോമസ് കിഴക്കിടത്ത്. ജന്മദിനം കൊണ്ടാടുന്ന എല്ലാവർക്കും സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. നിങ്ങളുടെ പുതുവർഷം ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹവാർഷികം കൊണ്ടാടിയവരുടെ പേര് വിവരം വായിക്കുന്നു. മിസസ് ആൻഡ് മിസ്റ്റർ മാത്യു വർഗീസ് പുതുപ്പള്ളി തെക്കേതിൽ, മിസസ് ആൻഡ് മിസ്റ്റർ തോമസ് ചെറിയാൻ ചാണ്ടി ചെങ്കൽ മോടിയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ബിനോ ജോൺ കുര്യൻ വടക്കംചേരിയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ബേബിക്കുട്ടി ഉമ്മൻ കരിബോലിയിൽ തെക്ക്, മിസസ് ആൻഡ് മിസ്റ്റർ സോണി ടി ജോൺ താഴമുട്ടത്ത്, മിസസ് ആൻഡ് മിസ്റ്റർ റെജി ഉമ്മൻ പവ്വത്ത് വടക്കേതിൽ, മിസസ് ആൻഡ് റവറൻഡ് ഡോക്ടർ ജെ മാത്യൂസ് കാഞ്ഞിരക്കൽ ജോൺ വില്ല, മിസസ് ആൻഡ് മിസ്റ്റർ മാത്യൂസ് പി എബ്രഹാം ചെറുകര. വിവാഹവാർഷികം കൊണ്ടാടിയവർക്കും സഭയുടെ ആശംസകളെ അറിയിക്കട്ടെ. അനുഗ്രഹിതമായിട്ടുള്ള ഒരു കുടുംബവർഷം പുതിയ വർഷത്തിൽ നയിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് സഭയുടെ പേരിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജന്മദിനവും വിവാഹവാർഷികവും കൊണ്ടാടിയ എല്ലാവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാത്രമല്ല കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നൽകിയതായിട്ടുള്ള പ്രത്യേക നന്മകൾ ഓർത്ത ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നവരെയും ഈ സമയത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കരുണാസുമ്പരനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ് പെരുകുന്നത് നിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാകുന്നുവല്ലോ. കഴിഞ്ഞ നാളുകളിൽ ജന്മദിനം കൊണ്ടാടിയ എല്ലാവരെയും കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയ മക്കളെയും വിവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഈ നാളുവരെയും മാത്രമല്ല, കുടുംബജീവിതത്തിൽ കർത്താവ് കൂട്ടിയോജിപ്പിച്ച് നാൾ മുതൽ ഇന്നുവരെയും കരുണയോടെ അവിടുന്ന് പരിപാലിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് പ്രിയ മക്കൾ ചേർക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവമേ സ്വർഗീയ പിതാവേ,
ആയിരിക്കുന്ന സ്ഥാനത്ത് കൃപയോടെ അവരെ കാത്തു പരിപാലിക്കണമേ. ആപത്തും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണമേ. അവരുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ സൗഖ്യവും ആരോഗ്യവും അവിടുന്ന് കൽപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവിൻ്റെ ആശ്വാസമാരി അവരുടെ ജീവിതയാത്രയിൽ അവിടുന്ന് ചൊരിയണമേ. നല്ലവനായിട്ടുള്ള ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അവർക്ക് കൃപ കൊടുക്കണം. യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിനു വേണ്ടി നമുക്ക് ഈ സമയത്ത് കീർത്തനങ്ങളിൽ 224 കീർത്തനം ചേർന്ന് പാടാം. ഹിം നമ്പർ 224, കീർത്തനം 224. ശുദ്ധിക്കായി യേശു സമീപേപോയോ കുളിച്ചോ കുഞ്ഞാടിൻ രക്തത്തിൽ പുനഃശ്രയാവിധി വിഷം തൻ കൃപ തന്നിൽ വെച്ചോ ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാടിൻ ആത്മശുദ്ധി നൽകും അനുദിനം രക്ഷകൻ പക്ഷത്തോകി ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശിലിയ കർത്തനിൽ നിരാകുന്നു വിശ്രമം നാഴികാതോറുമേ കുളിച്ചോ കുഞ്ഞാടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാടിൻ രക്തത്തിൽ കത്തൻവാരാവിൽ നിന്നങ്കി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ സ്വർഗ്ഗത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ അന്നാളിൽ കുളിച്ചോ കുഞ്ഞാടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാടിൻ രക്തത്തിൽ പാപക്കാരായിട്ടങ്കി നീക്കി കുഞ്ഞാടിൻ രക്തത്തിൽ കുളിക്കാം ജീവനീരോടുന്നു അശുദ്ധർക്കായി കുളിച്ചു ശുദ്ധിയായിടുക കുളിച്ചോ കുഞ്ഞാടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാടിൻ രക്തത്തിൽ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകട വണക്കാം. ഈ വിശുദ്ധ ദിവസം വിവിധ ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ഇരുന്നുകൊണ്ട് ത്രിയേക ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ കേട്ട വചനത്തിനായിട്ട് നന്ദി അർപ്പിക്കാം. വിശുദ്ധ സ്നാനമെന്ന സക്രമത്തിലൂടെ ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി നാം യോജിപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും സമസൃഷ്ടങ്ങളോടുള്ള ബന്ധത്തിലും നമ്മുടെ സമൂഹത്തോടുള്ള ബന്ധത്തിലും നാം ഇന്ന് എവിടെയായിരിക്കുന്നു എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവവചനം നമ്മോട് സംവേദിക്കട്ടെ.
ജീവൻ്റെ അനുഭവത്തോടെ ക്രിസ്തുവിനോട് കൂട്ടി യോജിപ്പിക്കപ്പെട്ടവരെന്നുള്ള തിരിച്ചറിവോടെ പാപങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കപ്പെട്ടവരായി പുതുസൃഷ്ടിയുടെ അനുഭവക്കാരായി നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് ലക്ഷ്യം കൈവരിപ്പാൻ തക്കവണ്ണം ഈ നാളുകളിൽ നമ്മുടെ ശുശ്രൂഷയെ ചെയ്യുവാൻ, ജീവിതത്തെ നയിപ്പാൻ കർത്താവ് കൃപ നൽകേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂസിൻ്റെ ചൂടടയാളത്തെ പേറിയതായിരിക്കുന്നു നമുക്ക് എത്രത്തോളം കർത്താവിൻ്റെ സാക്ഷികളായിട്ട്, ജയവീരരായിട്ട്, തിന്മ നിറഞ്ഞ ലോകത്തോട് പോരാടിക്കൊണ്ട് നന്മയുടെ വാഹകരായി നല്ല സാക്ഷ്യത്താൽ ജീവിപ്പാൻ സാധിക്കുന്നുവോ എന്ന് നാം പരിശോധിക്കാം. മറ്റുള്ളവരെ കൂടെ ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായി കൂട്ടിയോജിപ്പിക്കുവാനുള്ള ദൗത്യം കർത്താവെ ഏറ്റവും സമർപ്പിത സമൂഹമായിട്ട് നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. COVID-19 മഹാമാരിയുടെ പ്രതിസന്ധിയിൽ വേദനിക്കുന്ന സമൂഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ പ്രയാസമേറിയ സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. നാഥ, കരുണ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിന് ഒരു പൂർണ്ണ വിടുതൽ ലഭിക്കണം. തക്കതായിട്ടുള്ള മരുന്ന് കണ്ടെത്തത്തക്കവണ്ണം കർത്താവ് വഴിയൊരുക്കണം. വിവിധ തരത്തിൽ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് വേണ്ടി യത്നിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടിയും കേരള സംസ്ഥാനത്തിനു വേണ്ടിയും നമ്മളുടെ ഈ കൊടുകുളഞ്ഞി പ്രദേശത്തിനു വേണ്ടി അപേക്ഷിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതരൊക്കെ പലയിടങ്ങളിലും സ്ഥാനങ്ങളിലും കഴിയുന്നു. അവരെ ഓർത്തുകൊണ്ടും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെയും ഓർക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വേർപാണ്ട ദുഃഖത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സംഘടനകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്ക് അന്യോന്യം കാണുവാനോ ഒരുമിച്ച് കൂടി ആരാധിപ്പാനോ കഴിയുന്നില്ല. എന്നാൽ നാമെല്ലാം ക്രിസ്തുവിനോട് യോജിപ്പിക്കപ്പെട്ടവരാ. ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഒരു അവയവത്തിൻ്റെ വേദന മറ്റൊരു അവയവത്തിൻ്റെ വേദനയായിട്ട് മാറും. അത് ക്രിസ്തു ഏറ്റെടുക്കുന്ന വേദനയാണ്. നമ്മളുടെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, പങ്കപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ അറിയുന്ന അരുമനാഥൻ്റെ അരികിൽ നമ്മുടെ പ്രയാസം നമുക്ക് ഈ സമയത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ഈ സമയത്ത് കരയാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിൻ്റെ തിന്മയെ ഓർത്ത് നാം അനുദപിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം വിടുതൽ നൽകും. നോഹയ്ക്ക് കുടുംബത്തിന് കർത്താവ് വിടുതൽ കൊടുത്തുവെങ്കിൽ ഇന്നും അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവമേ, കരുണ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനിമിഷങ്ങൾ മൗനമായിട്ട് വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. രണ്ടാമത്തെ ലിത്താനി പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവേ, കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. കർത്താവേ, കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിനു വേണ്ടി, നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി, ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടി, സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്കു വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്കു വേണ്ടിയും, CSI സഭയുടെ മോഡറേറ്റർക്കു വേണ്ടിയും, ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്കു വേണ്ടിയും, തോമസ് കെ ഉമ്മൻ എന്ന നമ്മളുടെ ബിഷപ്പിനു വേണ്ടി, മാർത്തോമാ സഭയുടെ മെത്രാപ്പോലീത്തയ്ക്കു വേണ്ടി, അവർ ശുദ്ധഹൃദയത്തോട് നല്ല മനസ്സാക്ഷിയോടുകൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടത് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്കു വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശ്വന്തിരിക്കുന്നവർക്കും അനാഥർക്കും വിധവുമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചുവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭക്തരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കന്യകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആത്മകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വമായിട്ടുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിലവിലില്ലാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായി കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളെ അതിർങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടുതൽ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം നിങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമുള്ള പരിപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. വിശ്വാസത്തോടെ ഈ ആശീർവാദം കൈക്കൊള്ളി. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിനു തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിൽ ഉണ്ടായി നാം എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. സർവകൃപാലുവായിട്ടുള്ള ദൈവം തൻ്റെ കരുണയിലും സ്നേഹത്തിലും നമ്മെല്ലാം ആയിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും കാത്ത് സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. മയങ്ങാതെ ഉറങ്ങാതെ സംരക്ഷിക്കുന്ന ദൈവം നമുക്ക് സംരക്ഷണമേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ കൃപയോടെ വഴി നടത്തട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.